ഹായ് എവരി വൺ. അപ്പോൾ സിജോയുടെയും ലിനുവിൻ്റെയും കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ബാച്ചിലർ പാർട്ടി 30 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത മധുരം വെപ്പ് പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒരു 2-ാം തീയതി അടിച്ചു. 2-ാം തീയതി തന്നെയാണ് മധുരം വെപ്പ്. ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിൽ നിന്ന് പെട്ടിയും ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് പോകുന്നതാണ്. ഈ കല്യാണം കഴിയുന്നത് വരെ ഞാൻ സ്നേഹിം കൊച്ചി ആലപ്പുഴയായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് പാട്ടും അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഇന്ന് ഞാൻ പാട്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ ആക്ടിവിറ്റീസും സിജോൻ്റെ അവിടെ ബാച്ചിലർ പാർട്ടിക്ക് ഉണ്ടായ കുറച്ച് വിഷ്വൽസും ഒക്കെ വെച്ചിട്ട് ഈ ഒരു വ്ളോഗ് എന്ത് ചെയ്യും അങ്ങനെയാണ് തീർക്കും. ഇവിടുന്ന് പോവില്ല. ഗംഗ പോവണ്ട, ഗംഗ പോവണ്ട. ആരഭിടുന്നപ്പം അതെ എടാ ഈ വിളപ്പം പോവില്ലല്ലോ പോവില്ലല്ലോ പോവില്ല പോവില്ല നീ പോവോ 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 ഉറപ്പല്ലേ പോവില്ലാന്ന് നന്ദന പോയാ നന്ദനന്റെ ഫോൺ അപ്പെടുത്തെറി. കുന്തിദേവി കിണ്ടി എഴുതുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീഴും. കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീഴും. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുതുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി അത്ര പിടിക്കല്ല ഞാൻ. അന്തിക്ക് സിജോന്റെ പരിപാടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് അനൗൺസ് ചെയ്തിട്ട് ആരും വന്നില്ല. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെയല്ല, എനിക്ക് ഫുഡ് മസ്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ഫുഡ് കഴിക്കാൻ ആദ്യം എത്തിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചാൽ എനിക്ക് ബാക്കി പരിപാടി വയ്യ. മിസ്റ്റർ അൽത്തുവാഫ്, ഇത് പൊട്ടിക്കാൻ അറിയോ? പൊട്ടിക്കട്ടെ. സിജോന്റെ ബിരിയാണി ചെമ്പ്. വാവ്, ഓൺലി പീസ്, നോ ചോറ്. പീസ് മാത്രം കഴിക്കും, ചോറ് കഴിക്കില്ല. ഹലോ മിസ്റ്റർ അഭിഷേക്, കയറി വേണം മോനെ, ബിരിയാണി വിളമ്പാം. പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ബൊഫേട്ടം കൊടുത്തു. ജെ ഇല്ലാതെ ഒറ്റയ്ക്ക് താറ് ഓടിച്ചു പോന്നാ പൊടി കാര്യം. എവിടെ ജെ? എവിടെ ജെ? ജെ ഇല്ലേ? ഗൈസ്, മോൺസ്റ്റർ, ശരിക്കും റിയൽ മോൺസ്റ്റർ ഒറ്റയ്ക്ക് താറ് ഓടിച്ചു വന്നിരിക്കുകയാണ്. ഈ കാര്യത്തില് ഇവള് ജീപ്പ് പിടിക്കാൻ പഠിച്ചതന്നെ ഈ അടുത്ത കാലത്താ അല്ലേ? ഇവള് ജീപ്പ് ഓടിക്കാൻ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നു മേ ബി ഒരു 20 days 30 days ജീപ്പ് വെരി എന്താ പറയാ പ്രൗഡ് ഡ്രൈവർ. കൺഗ്രാറ്റ്സ്. ഞാനും കൺഗ്രാറ്റ്സ് സമ്മതിച്ചില്ല. കാരണം സ്നേഹ കൊറേ കാലമായി ലൈസൻസ് എടുത്തിട്ട് സ്നേഹത്തിട്ട് ഓടിച്ചിട്ടില്ല. രക്ഷയില്ല, ഭീകരം. കേരള ഗവൺമെന്റിനും ഗതാഗത വകുപ്പിനും നന്ദി. നോറ പ്രൗഡ് ഡ്രൈവർ. നോറ ഒറ്റയ്ക്ക് താറോടിച്ചോ? നിങ്ങൾ വല്ലതും അറിഞ്ഞോ? മാസ് കൊച്ചിന്ന് ആ മോൺസ്റ്റർ. അതെ, നോറയുടെ എൻട്രി എടുക്കട്ടെ. ഈ സീനിൽ ഞാൻ വീണ്ടും മൈക്ക് ഇട്ടിട്ട് അഡാപ്റ്റർ വയ്ക്കാതെ പോയിട്ട് എന്ത് ചെയ്തു, നേരെ പോയി വീഡിയോ കൊടുത്തു. അതുകൊണ്ട് പാട്ട് മൂച്ചി, ഡാൻസ് മാത്രം കിട്ടി. അല്ല, പാട്ട് കിട്ടാഞ്ഞത് നന്നായി. ഇറസ്പോൺസിബിൾ തള്ളേ. ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് അതിനൊരു നേരം ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ജാസ്മിൻ ജാഫർ ഞങ്ങൾ ക്വിറ്റ് ചെയ്തിരിക്കുന്നു. പാലൂട്ടി വളർത്തി നന്ദനാസി. നീ കൊണ്ടുപോയി. എന്റെ പേരെന്താ? കുഞ്ഞു അല്ല, കുഞ്ഞുമണി. മണി എന്ന് പറഞ്ഞാൽ മാത്രം വിളിയേക്കുള്ളൂ. എന്തോ വളരെ കറക്റ്റ് ആണ് അല്ലേ? നമ്മളെ മുമ്പേ കയറി ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി ചേച്ചി. ഈ എയറിൽ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നതിന്റെ ഒരു സന്തോഷം ഒന്ന് പറഞ്ഞു തരുമോ? കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളൊരു സന്തോഷം. ഇല്ലല്ലോ, ഞാൻ ദിയ ചേച്ചിയുടെ ശിഷ്യനാണ്. എന്നെ തൊടാൻ പറ്റില്ല.
എന്റെ ശിഷ്യന്റെ അനിയനാണ്. അതെ, ഞാൻ ഇവനെ എങ്ങനെയൊന്നൊരു പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്താ വെച്ച് ചെയ്യും. അല്ല പിന്നല്ല, ഞങ്ങളൊക്കെ കേരളമാണ്. ഇല്ല വിടില്ല, ഇല്ല വിടില്ല. സ്നേഹം ഇവിടെ വിടണോ വേണ്ടേ? സത്യം പറ സ്നേഹം. ഇവന്റെ കയ്യിലും ബാഗ്, ഇവളുടെ കയ്യിലും ബാഗ്. എന്താടാ നിങ്ങളെ പ്ലാൻ? സത്യം പറ, എന്താ നിങ്ങളെ പ്ലാൻ? എന്തുണ്ടായി? അതായത് ഞങ്ങളെല്ലാവരും സിബിന്റെ ന്യൂ ഇയർ പാർട്ടിക്ക് പോകുമ്പോ ലിനുവിനെ കൊണ്ടുവരാതെ സിജോ വരുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? എന്താണ് സിജോക്ക് ഉണ്ടോ? സിജോ വരണം. ഈ വരുന്നുണ്ടോ നാളെ? അതെന്താ? ബാംഗ്ലൂരോ? നോറ ബാംഗ്ലൂർ വാല. അപ്പോ നന്ദനെയും കൊണ്ട് അഭിഷേക് പോകുന്നു, അഭിഷേകിനെയും നന്ദനെയും കൊണ്ട് സിബിൻ പോകുന്നു, സിബിനെയും എന്നാ 2025 കടക്കുന്നത് സിംഗിൾ ആയിട്ടാണ്. പോടാ മോൺസ്റ്റർ. മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കാണ് അവള് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തിയത് 10:30. മോൺസ്റ്റർ 2 മണിക്ക് ഇറങ്ങി 10 മണിക്കാണോ എത്തിയേ? ഇവക്ക് എവിടെ പോയാലും ചിത്തുബായിന്റെ ഓർമ്മയാ. രാവിലെ ഞാൻ ഇൻട്രോ എടുത്ത് വെക്കുകയാണ്. കാരണം വയ്യേ, പനി, ജലദോഷം, ആകെ മൊത്തം സീന്. ഇന്നലെ എനിക്കൊന്നും അത്ര ആക്റ്റീവ് ആവാൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ 2 മൂക്കും അടഞ്ഞു പോയി, വായക്കൂടെയൊക്കെ ശ്വാസം എടുക്കേണ്ട ഒരവസ്ഥ. ആകെ മൊത്തം മൂകശോകമായൊരവസ്ഥയാണ് ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ രാവിലെയാണ് ബാച്ചിലർ പാർട്ടി കഴിഞ്ഞു. 31 2024 അവസാനത്തെ ദിവസം 2025 കിടക്കുകയാണ്. ഇനി 24 ആയാലും എന്താ, 25 ആയാലും എന്താ, 26 ആയാലും എന്താ, 27 ആയാലും എന്താ. ശൂന്യാകാശത്തായതുകൊണ്ട് പിന്നെ ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ളത് ഞാനിവിടെ പറയുകയാണ്. എല്ലാ കൊല്ലവും ഞാൻ ശൂന്യാകാശത്ത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കയ്യിലിരിപ്പം എങ്ങനെയാണുണ്ട്. അപ്പോൾ സിജോ എത്തിയിരിക്കുകയാണ് ഇവിടെ. ഷിജോ എങ്ങനെയുണ്ട്? എന്തായി ഇന്നലെ? എന്നാ ഇത് പിടി, കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ബാച്ചിലർ പാർട്ടി? ബാച്ചിലർ പാർട്ടി കുഴപ്പമില്ല, പക്ഷെ ബാച്ചിലർ പാർട്ടിക്ക് ശേഷമുള്ള ആഫ്റ്റർ പാർട്ടിയാണ്. ഓ, ആഫ്റ്റർ പാർട്ടിയാണ് പണി കിട്ടി അല്ലേ? ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. ലിനുവിന്റെ അവസ്ഥ എന്താ? ലിനുവിന്റെ നല്ല അവസ്ഥ, വാളൊക്കെ വെച്ച് പോയിട്ടുണ്ട്. എവിടുന്നാ? നീ കിടന്ന് ഉറങ്ങിയില്ല റൂമില്? വേറെ വിറ്റ്. നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ഞാൻ ഔട്ട്, പനി, ജലദോഷം പരിപാടികളൊക്കെ. നമുക്ക് ഡോള വാങ്ങിക്കാം. സ്നേഹമാണ് ആകെ സീനാക്കിയതില്ലേ. സ്നേഹ ഇന്നലെ മറ്റേ വൈനടിച്ചിട്ട് ബോധം പോയി രാത്രി എന്തൊക്കെയോ സ്ലോഗൻ ചെല്ലുന്നത്. എന്താ സ്നേഹ, ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് സ്നേഹ കട്ടിന്റെ മുകളിൽ ഇങ്ങനെ ചമ്മറം പറഞ്ഞു സ്നേഹ ഇന്നലെ അടിച്ച് കിണ്ടിയായിരുന്നു. ഇനി ആ സത്യം വെളിപ്പെടുത്താം. ഇന്നലെ ഞാൻ കൊണ്ടുവന്ന വൈനകത്ത് ഞാൻ അതുണ്ട്, മിക്സ് ഉണ്ട്. ഞാൻ അറിയാണ്ട് ഞാൻ മിക്സ് ചെയ്തു. അല്ല ഇവ ഇന്നലെ കുടിച്ച സാധനല്ലേ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് കുടിച്ചേ? സെയിം വൈനല്ലേ? സെയിം. അത് അതിലുണ്ട്, സാധനം ഉണ്ട്. ഞാൻ മണത്ത് നോക്കിയപ്പോഴേക്ക് പിടി കിട്ടിയതാ. ബ്രാൻഡ് മിക്സ് ചെയ്തു. അതെ, അതിനകത്ത് ഞാൻ ബ്രാൻഡ് അല്ല ഇപ്പൊ സ്നേഹ ഒരു മുഴു കുടിയത്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് സ്നേഹ കുടിക്കാനായിട്ട് സ്നേഹനെ ഞാൻ കള്ള് കുടിപ്പിച്ചു, ബ്രാൻഡ് കുടിപ്പിച്ചു, വിസ്ക് കുടിപ്പിച്ചു, റമ്മ് കുടിപ്പിച്ചു, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി കടവാവില്ല ഇറങ്ങി. ഹലോ മാഡം, പോണ്ടേ കുട്ടന്? പോണ്ടേ? ഇവിടത്തെ കൂടിയാ മതിയോ? അല്ല ഭക്ഷണം കൊടുത്താ? ഇറങ്ങുവാണെന്ന്. ഹലോ, ഭക്ഷണം കൊടുത്താ? ആർക്കും ഭക്ഷണം കൊടുക്കാൻ? ചെക്കൻ അണ്ണാൻകുട്ടിന്റെ അതിനെ കൊണ്ടുവന്നിട്ടുണ്ടാ? ഇന്നിന് പാർട്ടിക്ക് പോവാണോ? അപ്പൊ ഞങ്ങള് ഈല്ലേ പാർട്ടിക്ക്? രാത്രിയല്ലേ? ഞാൻ രാത്രി എന്റെ എനിക്ക് ഉറങ്ങണം. ഇപ്പൊ കിടന്നുറങ്ങി ഞങ്ങള് പോയിട്ട് ന്യൂ ഇയറിന് കിടന്ന് ഉറങ്ങണം. അല്ല, ന്യൂ ഇയർ പാർട്ടിക്ക് വരും. പാർട്ടിക്ക് ഞാൻ വരും, ഞാൻ രാത്രി ഇറങ്ങി വരും. സോ ഗൈസ്, ഞങ്ങള് ഇവന്റെ മെയിൻ പരിപാടി ഞാൻ പറയാ.
ഇവന് ആരെന്ത് പരിപാടിക്ക് വിളിച്ചാലും ഉണ്ടെന്ന് പറയും. ഇല്ലാന്നുള്ള വർത്താനല്ല. എന്തിനാ ഇല്ലെന്ന് പറയാം, നമ്മൾ എന്തിനാ വെറുതെ നോ പറയുന്നത്? കയസിനോട് അയ്യോ കോഫി 2 കോഫി പറഞ്ഞേട്ടാ. ഞങ്ങളപ്പോ കോഫി കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേറെ കഴിക്കാൻ പോണം. ബാക്കി വരുന്ന വഴിക്ക് പറയാം. ജാസ്മിന് ഞങ്ങൾക്ക് ഒരു കവർ നിറച്ച് ചോക്ലേറ്റ് കിട്ടിയിരിക്കുകയാണ്, കളഞ്ഞിട്ടിരിക്കുകയാണ് റൂമിൽ നിന്ന്. എനിക്ക് അതെ അത് ആരുതാവൊന്നും നോക്കിയതൊന്നുമില്ല, ഞങ്ങൾ കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മളിവിടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിന്ന റിസോർട്ടിൽ നിന്ന് കിട്ടിയാണ് ഇത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, നമ്മളെ എനിക്കൊരു പ്രശ്നം എന്താ പിസ്താഷ്യൂ ഇത് നമ്മളെ യമുനേച്ചിയും ടീമും വന്ന സമയത്ത് അവർ വെച്ചതാണോ? ഡൗട്ടുണ്ട് എനിക്ക്, അങ്ങനെ സംശയമുണ്ട്. 6 വർഷം പഴക്കമുള്ള യമുനേച്ചി 6 വർഷം പഴക്കമുള്ള ഒരു ഫ്രഞ്ച് 6 വർഷം പഴക്കമുള്ള ഫ്രഞ്ച് വൈൻ യമുനേച്ചി തന്നിട്ട് പോയി. 6 വർഷം പഴക്കമുള്ള ഒരു ഫ്രഞ്ച് വൈൻ ഉണ്ട്. അപ്പൊ സ്നേഹരിക പറഞ്ഞു സിജോ അത് എനിക്ക് വേണം, കാരണം സ്നേഹ ഇപ്പോ മദ്യത്തിന് അടിമയാണ്. അപ്പം എടി ഡ്രസ് മാറ്റൊന്നുമില്ലേ, കുളിയൊന്നുമില്ലേ? പോവാ നമുക്ക്. ഞാനും കുളിച്ചിട്ടൊന്നുമില്ല, ഡ്രസ് മാറ്റിയിട്ടേ ഉള്ളൂ. ബ്രഷ് ഇല്ലാന്ന് നായസ് വ്ലോഗ് എന്ന് എടുത്ത് തോന്നുന്നു അല്ലേ? എടുക്കുമല്ലേ? ഞങ്ങള് സിജോന്റെ പോളെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇതേതാ കായ്ക്കാസോ കോയാസ് പറഞ്ഞുള്ളൊരു ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല മട്ടൻ കുറുമയും മട്ടൻ ചാപ്സും പൊറാട്ടയും കിട്ടുന്നതാണ് സിജോ പറഞ്ഞുള്ളത്. എന്താണെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കൊച്ചിക്ക് വിടാം, റൂമിൽ പോവാൻ, കിടന്നുറങ്ങുക, രാത്രി എണീക്കുക, പാർട്ടിക്ക് പോവുക, അതാണ് പരിപാടി. സിബിനോട് ഇപ്പോൾ വിളിച്ച് ടിക്കറ്റ് ആരും സംസാരിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഡോണർ ക്ലബിലാണ്. പിന്നെ ഉച്ചയ്ക്ക് നൈസായിട്ട് ഇവിടെ ഫുഡ് അടിച്ച് ലോഡഡ് ഫ്രൈസ് അടിക്കുക. ലോഡഡ് ഫ്രൈസ് അടിച്ചിട്ട് ഹോട്ടലിൽ പോവുക, കിടക്കുക, വയ്യ, ഭയങ്കര പനി. എന്നിട്ട് രാത്രി ഇരിക്കുക, സിവിലിൻ്റെ പരിപാടിക്ക് പോവുക, ന്യൂ ഇയർ അടിച്ച് പൊളിക്കുക, വീണ്ടും വരെ കിടക്കില്ലേ. പനി മാറണ വരെ തീറ്റവും കിടത്തും മാത്രം. പനിയുണ്ട് 2 വെച്ച് തരണം. ഒടുക്കത്തെ ജലദോഷവും മൂക്കടപ്പും പനി. സ്നേഹ നായർ ന്യൂ ഇയർ സെലിബ്രേഷനുള്ള പ്രിപ്പറേഷനിലാണോ? ഡ്രസ്സ് നോട്ടെ, ഡ്രസ്സ് വയറ് എൻ്റെ നാട്ടുകാർ വയറ് കണ്ട് ഗർഭാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ കുടുങ്ങി. ഗർഭമല്ല ഗൈസ്, ഇത് നമ്മള് ഭക്ഷണം കഴിച്ച് വേറൊന്നും അല്ല, ഭക്ഷണം കഴിച്ച് കൂടിയതാണ് അല്ലേ? ജിമ്മിൽ പോണ്ടേ? ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ പോവാണ്. കാറിൽ കയറണം, നല്ല അരി അടിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മള് അതെ അരി അടിക്കണ്ടേ, മോശപ്പെട്ട കാര്യമൊന്നുമില്ലല്ലോ, നല്ലല്ലേ? അപ്പൊ ഞാൻ കാറിൽ ഞാൻ താഴത്തുണ്ടാവേ കേട്ടോ. ശരി, നമ്മള് ന്യൂ ഇയർ ആഘോഷിക്കാൻ സിബിന്റെ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മളെ വിനുബ്രോയും പബി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരിവിടെ നമ്മളെ കുറെ നേരമായി പോസ്റ്റ് അടിച്ച് വെയിറ്റ് ചെയ്യാണ്. അഖിൽ മാരാറിന്റെ ഫാമിലി സലൂണിൽ അവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ പോകണം. അവിടെ നമ്മളെ മാരാർജി ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പിന്നെ ബബിയും വിനും ഉണ്ട്. അവരെ കാണുക, അവരെയും കൂടി പിക്ക് ചെയ്യുക, നേരെ ന്യൂ ഇയർ പ്രോഗ്രാമിന് പോവുക. അവിടെ നമ്മളെ നന്ദൂസ് ഡെയിലി ബീറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അബി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വഴിയുണ്ട് പോര്. അത് ഞാൻ പോലല്ലോ, അല്ലാതെ ഒറ്റയ്ക്ക് വഴി വെട്ടി വരാൻ ഞാൻ ആരാ? ഞാൻ ആരെങ്കിലും വെട്ടി വെച്ച് വഴി കൂടി പോകണ. അഖിൽ മാരാറിന്റെ ഫെറ ഫാമിലി സലൂണിൽ എത്തിയിട്ടുണ്ട്. അഖിൽ മാരാർ അവിടെ ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ പ്രൊമോഷൻ തരാന്ന് വിചാരിച്ചു. ഫെറ ഫാമിലി സലൂൺ. ഞാനുണ്ട്, അത് സെറ്റല്ലേ? ഞാൻ പട്ടായ വന്നോ? മസാജ് ചെയ്തില്ല. അല്ല ഇല്ല, ഞങ്ങക്ക് മസാജ് ഒന്നും ഒരു വിഷയം. മസാജ് ഒരു തെറ്റാണോ വിനു ബ്രോ? അല്ലല്ലോ, അല്ല, സിമ്പിൾ പരിപാടി. ഇത് നമ്മുടെ
മാരാരുടെ സ്വന്തം ബ്യൂട്ടി പാർലർ സ്പാ. ഇവിടെ മസാജ് ഉണ്ടോ? ഇവിടെ വന്ന് മാരാര് മസാജ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ ലേഡീസിനെ കൊണ്ടൊരു ക്യൂ ആയിരിക്കും. കള്ളൻ അതില്ലേ, ഞാൻ വായിച്ചില്ല. ഇതെന്താ സായി അവന്റെ കയ്യിൽ ഇട്ടോണ്ട് കിടക്കുന്ന ഷർട്ട് ഓ അങ്ങനെ ഓ ഗൈസ്, ഞാൻ ഷർട്ട് എടുത്തപ്പോ നോക്കിയില്ല എന്താ സംഗതി എന്നുള്ളത്. എന്താണെങ്കിലും ഞങ്ങൾ ഇനി ഇവിടുന്ന് ന്യൂ ഇയർ പരിപാടിക്ക് പോകണം. നിങ്ങൾ വരുന്നുണ്ടോ? സിബിനുണ്ടോ? അല്ല അല്ല അതല്ല, ഞാൻ എന്താ അറിയോ, കൈ കൊടുത്തു പോയി. വിവാഹ വാർഷികം സ്നേഹന്റെ മുഖത്ത് അല്ല, സ്നേഹന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? മേക്കപ്പാണ്, ഫുള്ള് പുട്ടിയാണ്. നാട്ടുകാരിൽ നിന്നൊക്കെ മേടിക്കണം എനിക്ക്, എൻ്റെ പുട്ടിക്ക് അത് വേണം. അപ്പോൾ ഓക്കെ ഗൈസ്, കൊച്ചിയിൽ വരുന്നവരൊക്കെ നിങ്ങൾക്ക് ബ്യൂട്ടി ആവണമെന്നുണ്ടെങ്കിൽ ഫെരേര അഖിൽമാരാർ സലൂൺ, ബ്യൂട്ടി വിത്ത് അഖിൽമാരാർ കയറിയാൽ നിങ്ങൾക്ക് അഖിൽമാരാർ വമ്പൻ ഡിസ്കൗണ്ട്സ് തരുന്നതാണ്. ഇല്ല, ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? ഡിസ്കൗണ്ട്. സ്നേഹ ഓസി ജീവിച്ച് ശീലമാക്കി ഗൈസ്. ഓസി ജീവിതമാണ് സ്നേഹക്ക്. അല്ല, ഒരാഴ്ച ഒരു കൊളാബല്ല. ഇവളിപ്പോ നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെയാ, മറ്റേ ഇതാണ് സെലിബ്രിറ്റി ആയതുകൊണ്ടുള്ള അനാവശ്യ ചെലവുകൾ. ഇവളെ സീനതാ. അല്ല സീരിയസ് ആയിട്ട് ഇവളെ സീൻ എന്താ അറിയോ, പണ്ടാണെന്നുണ്ടെങ്കിൽ ഇത്ര സീനില്ല. ഇപ്പൊ മാസത്തിൽ 5 ദിവസം സെലൂണിൽ പോണം, നോർമൽ ഡ്രസ് എടുക്കാൻ പാടില്ല. ആ അത് സത്യം. ഇതാ വേണ്ട, ചുമ്മാ ഡ്രസ് സത്യം. ഞാൻ പിന്നെ വേറെ മറിച്ചാണ് കേസ്. എനിക്ക് പിന്നെ വലിയ സീനില്ല. എനിക്ക് തട്ടിയും മറിച്ചു ഇന്റെ എപ്പോഴും തന്നെ. എന്റെ തട്ടിയും മുട്ടിയും പോവാണെങ്കിൽ ഇപ്പോഴും എനിക്ക് ഒരു 5000 രൂപ മതി. 5000 രൂപ ഞാൻ ഭയങ്കര ഹാപ്പി ഉണ്ട്. എന്താണ് അഖിൽ മാരാർ ഫെന ഫാമിലി സലൂൺ കറക്റ്റ് ആണല്ലോ. എന്നാലും എവിടെയോ അതെ, ഇതിന് ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. എങ്കയോ ഒരു മിസ്റ്റേക്ക് இருக்குது. അത് നോക്കി ആ സാധനേ എന്താണെങ്കിലും നമുക്ക് എന്താണെങ്കിലും സിവിന്റെ പ്രോഗ്രാം പോയിട്ട് ഏകദേശം നമ്മളൊരു 12:05 ഇറങ്ങണം. 12:05 ഇറങ്ങണം, എന്നാലേ എനിക്ക് ഫുഡ് കിട്ടുള്ളൂ. അൺലിമിറ്റഡ്. അവ ഈ പബ്ബില് ഫുഡല്ലേ, ബുഫേ. നന്ദൊക്കെ പറ്റി ഉണ്ടാവും, അഭിയത്തി ഉണ്ടാവും, എല്ലാവരും. ന്യൂ ഇയർ പാർട്ടി വൈബ് ഞാൻ നിങ്ങളെ നാളെ കാണിച്ചാൽ മതിയോ? ഞാൻ ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നല്ലത് ന്യൂ ഇയർ പാർട്ടി നാളെ കാണിക്കാം, നാളത്തെ വ്ളോഗിൽ കാണിക്കാം. ഓക്കെ, 1-ാം തീയതി വ്ളോഗിൽ കാണിക്കാം. എന്താ അടുത്ത അവസ്ഥ അറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റി ലാസ്റ്റ് പബ്ബിന്ന് അടി കിട്ടിയാലോ. സോ